സോ ഗൈസ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഗെയിമർ എക്സ്പ്രസ്. ഗൈസ് ഇന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ മൈൻക്രാഫ്റ്റിൽ ഒരു മോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിപ്പം സിമ്പിളാണ്. നമ്മളിപ്പോൾ പ്ലേ ബേട്ട, അതായത് സാധാ മൈൻക്രാഫ്റ്റിൽ വർക്ക് ചെയ്യും കേട്ടോ. പ്ലേ ബേട്ട, ക്രിയേറ്റ് ന്യൂ വേർഡ്, അതേ പ്രസ് ചെയ്യുക, സ്ക്രോൾ ചെയ്യുക, എക്സ്പീരിമെൻറ്റ്സ് കൊടുക്കുക, ഗെയിം പ്ലേ, അത് ക്യാൻസൽ ഗോ ബാക്ക് നിൽക്കല്, ടേൺ ഓൺ എക്സ്പീരിമെൻറ്റ്സ് എനിവേയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാ വാറും ഇങ്ങനെ ചുമ്മാ ക്ലിക്ക് ചെയ്യാം. രണ്ടെണ്ണം സ്കിപ്പ് ചെയ്ത് ഒന്ന് എല്ലാം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് എയിം അസിസ്റ്റൻസ് ആണ്. ബിഹേവിയർ പാക്ക്, ജില്ലുമിനിറ്റ്, ജീൻ പ്രോജക്റ്റ് ബേറ്റ, ജുറാസിക് വേർഡ്സ്, അഡോൺസ്, ക്രാഫ്റ്റി ഓഫ് യുവർ ഫ്യൂച്ചർ, ആക്ഷൻസ്, ഇൻഡോസ്, ബിഹേവിയർ. ഇത്രയും ചെയ്തല്ലോ നമ്മൾ. ഇനി നമ്മൾ എങ്ങനെ മോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ഏതെങ്കിലും മോഡ് കൊടുക്കുക. PE ആണ്, പോക്കറ്റ് എഡിഷൻ ആണ്. ഇതിപ്പം മൊബൈലും വർക്ക് ചെയ്യും. ഞാൻ ഇപ്പോൾ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് ഓക്കെ. ഇപ്പോൾ നിങ്ങളൊരു മോഡ് ഇൻസ്റ്റാൾ ചെയ്തെന്ന് വിചാരിച്ചോ. ഇൻസ്റ്റാൾ ചെയ്യുന്നു നമ്മൾ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഏത് ഇഷ്ടമുള്ളൊരു മോഡ് കൊടുക്കുക. ഏതെങ്കിലും മതി. ഒന്നുമില്ല കൈസ്, എൻ്റെ പൂച്ചക്കുട്ടികൾ കിട്ടും. ഈ അതെല്ലാം പോയ നമ്മൾ ഉണ്ടാക്കിയ ഒന്നും കൂടി ക്രിയേറ്റ് ന്യൂ വേർഡ്, എക്സ്പീരിമെൻറ്റ്സ്, ടേൺ ഓൺ എക്സ്പീരിമെൻറ്റ്സ് എനിവേ. നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ റീസോഴ്സ് പാക്ക് ഓൺഡ് 5 ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എനിക്ക് വേണ്ട ഏതാന്ന് പറയുമ്പോൾ ജുറാസിക് വീക്കേഴ്സ് അഡൗൺ ആണ്. നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് ഇതിലും ആക്ടിവേറ്റ് ആക്കണം. അപ്പോൾ മറ്റേത് റിമൂവ് ആകും. കിട്ടും. എൻ്റെ പൂച്ചക്കുട്ടി തന്നെ മാന്താൻ വേണ്ടി നമ്മൾ എന്തോ കാര്യത്തിന് മാന്തിയില്ല. അതിന് മുമ്പ് ക്രിയേറ്റീവ് ആകണം. അല്ല പിന്നെ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ട ഒരു മൈൻക്രാഫ്റ്റ്. ഇത് ഏതെങ്കിലും മോഡ് മതി. Your friends can join your word. It may be because they are ഓക്കെ ഗൈസ്, നമ്മളിത് ഇവിടെ സ്പോൺ ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു ജംഗിൾ വേർഡിലാണ്. അയ്യോ ഒരു മിനിറ്റ്, സെറ്റിങ്സ് മാറ്റട്ടെ. എനിക്ക് സെറ്റിങ്സ് സിസ്റ്റം. ഓക്കെ ഗൈസ്, ഞാൻ മുറിക്ക് പോവാം. നമ്മൾ പോവാം. ഓക്കെ, നമ്മൾ പോയി. ഓക്കെ, കൺട്രോൾ ടച്ച് ചേഞ്ച് മോഡ്. കസ്റ്റം മോഡല്ലേ ഇത് ആക്കിയേക്കുന്നത്. കസ്റ്റം കൺട്രോൾസ് ഇതിവിടെ. മതി. അയ്യോ ഇതാണ് നമ്മൾ പ്ലേ. ഇപ്പം നമ്മളെടുത്ത് ഇപ്പം ഏത് മോഡാണോ, ഞാൻ ഇപ്പോൾ വെഹിക്കിൾസിൻ്റെ ആണ് കൊടുത്തത്. അപ്പോൾ മോട്ടോർ എനിക്ക് സ്റ്റോൺ മോഡ്. ഇത് മോഡ് വേർഡില്ലേ? ഗ്ലോബൽ റിസോഴ്സ് ആക്റ്റീവ് മൈ പാക്സിൽ. കാശ് നിൽക്ക് എന്തോ ഒരു സംശയമുണ്ട്. എന്തോ ഒരു സംശയം. ഗൈസ്, വേറൊരു കാര്യം കണ്ടോ? ഇവിടെ ഞാൻ ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യും. നമുക്കത് വേറെ ആക്കാം. അടുത്തത് എൻ്റെ ഒരു കൂട്ടുകാരൻ റിക്വസ്റ്റ് ചെയ്തെല്ലാം നമ്മൾ എങ്ങനെയാണ് ബ്രോ ഫേക്ക് മൈൻക്രാഫ്റ്റിൽ 3rd person കിട്ടുന്നതെന്ന്. അപ്പം ഞാൻ ലോക്കി ക്രാഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മൈൻക്രാഫ്റ്റിൽ ഗ്രൂപ്പിൽ വർക്കാകുന്നതാണ്. അല്ല എൻ്റെ കൂട്ടുകാരൻ എങ്ങനെയാണോ പറക്കാൻ അറിയത്തില്ല. ക്രിയേറ്റീവ് മോഡ്. ഒരു മിനിറ്റ്. ഓക്കെ, തുടങ്ങാം. ഓക്കെ, ഇത് ലോഡ് ചെയ്യും. ഓക്കെ ഗൈസ്, നമ്മൾ തിരിച്ചു വന്നു. ഇതിപ്പോൾ ഈ വേർഡ് ഒന്ന് ലോഡ് ചെയ്യട്ടെ. ന്യൂ വേർഡ്
അവിടെ സർവൈവ് വേണ്ട ക്രിയേറ്റ് ലോഡ് ചെയ്തിട്ട് പോരാവേ. സോ ഗൈസ്, ഇത് എൻ്റെ വേർഡൊന്നുമല്ല, ഇത് ഏതോ ഒരു ആഡാണ്. റോക്കി ക്രാഫ്റ്റ് ഇത്ര റിയലിസ്റ്റിക് അല്ല, ഏതോ ഒരു മോഡ് ഉപയോഗിക്കുന്ന ഒരു ഗെയിമൊന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകണ്ട, ഫേക്കായിരിക്കും ഇത്. അതും ഫേക്ക് മൈൻക്രാഫ്റ്റാ, അതും ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷെ പ്രൊസീഡ് ഞാൻ പോരാവേ. ഈ ആഡ് കുറേ കിടപ്പുണ്ട്, അതെല്ലാം കാണിക്കണം പോരാ. ഓക്കെ ഗൈസ്, നമ്മൾ ലോഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ലോഡിങ്. ഓക്കെ, നമ്മൾ ലോഡ് ചെയ്ത് സ്പ്രൂസിലാണ് സ്പോൺ ചെയ്തേക്കുന്നത്. ഇപ്പം ഈ മേളത്തെ ഈ 3 ബട്ടൺ കണ്ടാൽ നിങ്ങൾ ഈ ഇങ്ങനെ വേവ് ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ പിന്നെ ഈ 2 റെക്റ്റാങ്കിൾ ഉണ്ടാകും. ആ റെക്റ്റാങ്കിളിനെ നമ്മൾ പിടിച്ചിട്ട് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് വീഡിയോ അതേ കൊടുക്കുക, ഫസ്റ്റ് പേഴ്സൺ. ഇപ്പോൾ തേർഡ് പേഴ്സൺ ബാക്ക് ഒക്കെ ഉണ്ടാണേ, കാരണം ഇങ്ങനെ തേർഡ് പേഴ്സൺ ബാക്ക് ഇങ്ങനെയാണ് കണ്ട. ഇതിപ്പോൾ മറ്റേ ഹാർഡ് കോർ യൂട്യൂബേഴ്സൊക്കെ ഉപയോഗിക്കുന്നത്. അടുത്ത ഫ്രണ്ടായി കാണണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണമെന്ന് പറയുവാണെങ്കിൽ തേർഡ് പേഴ്സൺ ഫ്രണ്ടിന് കൊടുക്കുക. ഓക്കെ, അത് കൊടുത്തതിന് ശേഷം നമ്മുടെ ക്യാരക്ടറിന് ഫ്രണ്ടായിരിക്കും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് ഇത്രോ. അടുത്ത എൻ്റെ കൂട്ടുകാരൻ ഒരു പൊട്ട ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഗൈസ്, ബ്രോ ഇങ്ങനെയാണ് മൈൻക്രാഫ്റ്റിൽ പറക്കാൻ പറ്റുന്നതെന്ന്. പറക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? സിമ്പിൾ ബ്രോ. ഈ മേളോട്ട് പോകുന്ന 2 ബട്ടണ് 1 2 ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെ നമുക്ക് പറക്കാം. ഈ എയറോ ഇതേ പിടിക്കുകയാണെങ്കിൽ നമുക്ക് സ്പീഡ് കൂട്ടി പറക്കാം. ഇതേ പിടിക്കുകയാണെങ്കിൽ നമുക്ക് താക്കാം. ഇതൊക്കെ കൊടുക്കുവാണെങ്കിൽ നമ്മൾ മിന്നെയും ആക്കാം. മോനെ എന്നെ ഇളക്കിയാടെ ഈ സീഡ്. 2 അസേലിയ മരം, മറ്റേ മരം ഇല്ലല്ലോ സ്കേവിലോട്ട് പോകുന്നു, ആ മരം. പിന്നെ ഹാർഡ് കോർ കിട്ടണമെങ്കിൽ ചില പൊട്ടന്മാർ എന്നോട് ചോദിക്കത്തില്ല, ഞാൻ തന്നെ പറയുക. അറിയത്തില്ലെങ്കിൽ ഹാർഡ് കോർ കിട്ടണമെങ്കിൽ നിങ്ങൾ ഉള്ള ഫേക്ക് ഡ്യൂപ്പ് മൈൻക്രാഫ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. നിങ്ങൾ ശരിക്കത്തെ മൈൻക്രാഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഇപ്പം മോഞ്ചങ്ങ് മാറ്റി 9 രൂപയാക്കിയിട്ടുണ്ട് മേടിക്കണമെങ്കിൽ. എന്നാത്തുണ്ടോ യു ക്യാൻ എഡിറ്റ് ദീസ് ഇൻ സെറ്റിങ്സ് ഹെഡ്ക്രാഫ്റ്റ്. ഓക്കെ ഗൈസ്, മൈൻക്രാഫ്റ്റിലെ ബേഡാന്ന് പറയുന്ന ഒരു റിക്വസ്റ്റ് ഉണ്ട്, അതെവിടെ ഞങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിച്ചു തരാം. റിയൽ മൈൻക്രാഫ്റ്റ് ഇൻസ്റ്റാൾഡ്. യു ആർ എ ബേഡ ടെസ്റ്റർ ഫോർ ദിസ് പോസ്റ്റ്. നിൽക്കേ ഗൈസ്, ഇവിടെ ബേഡാന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കാണും, അതെവിടെ ഞെക്കുക. ഒരു മണ്ണാകട്ടെ ഒരു സൈനിങ്ങും ചെയ്യേണ്ട, നിങ്ങൾ ഫ്രീ ടു ഗോ. അപ്പം നിങ്ങൾ പിന്നെ മൈൻക്രാഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. കുറേ ഗെയിംസൊക്കെ എന്നത്തോടൊപ്പം നോക്കുമ്പോൾ മൈൻക്രാഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ലോഡിങ്. പിന്നെ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ബ്രോ 1.20 എൻ്റെ കൂട്ടുകാരന്മാരാണ് ചോദിക്കുന്നത്, ബ്രോ 1.21 അപ്ഡേറ്റ് ഒന്നും ബ്രോ കാണിച്ചിട്ടില്ല, എന്നാ പൊട്ടത്തരമാണ്. അപ്പോൾ ഹാർഡ് കോർ അതേ പ്രസ് ചെയ്യുവാണേ ഇത് കിട്ടും. ഹാർഡ് കോർ യു ക്യാൻ റീസ്പോൺ ഇഫ് യു ഡൈ, ഗുഡ് ലക്ക് യു നീഡ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ 1.20 വന്നിട്ട് റിവ്യൂസ് കാണിക്കാൻ വേണ്ടി പോകും. എത്ര നാളെ ഈ അപ്ഡേറ്റ് വന്നിട്ട്? 2-3 വർഷങ്ങൾ. 2024 മാർച്ചിലിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തു. ഞാൻ ഇപ്പോൾ റിവ്യൂ കൊടുക്കുന്നത് നവംബറിൽ. ചങ്ങാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അറിയാമെങ്കിലാണെങ്കിൽ ഒന്ന് പറയുക. നമ്മൾ അപ്ഡേറ്റ് വന്ന സാധനങ്ങൾ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവുക. കോപ്പൺ പറഞ്ഞ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് ഈ അപ്ഡേറ്റിൽ. ഇനി നിങ്ങൾ ബേഡ കളിക്കുവാണെങ്കിൽ പെയിൽ ഓക്ക് പ്ലാങ്ക് എന്ന് പറയുന്ന വുഡ് കിട്ടും. അതിപ്പോൾ ഞാൻ ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. ഇതേ കണ്ടേ, ഇത്രയും സാധനങ്ങൾ ഇതും കൊണ്ട് കിട്ടും. ഓക്കെ, പെയിലിൻ്റെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം കോപ്പർ എന്ന് അടിക്കുമ്പോൾ ഇത്രയും സാധനങ്ങൾ കിട്ടും. മുന്നേ ബ്ലോക്കും പിന്നെ ഈ അയൺ
ഡീപ്പ് സ്ലൈഡ് അയൺ അങ്ങനത്തെ ഓർഡും പിന്നെ പിന്നെന്തുവാ കോപ്പർ ബ്ലോക്ക് കോപ്പർ ബ്ലോക്ക് പിന്നെ കോപ്പർ ഇങ്കറ്റ് അത്രേ ഉള്ളായിരുന്നു. പിന്നെ ഈ അപ്ഡേറ്റ് ട്രെയിൽസ് ആൻഡ് റൂയിൻസ് ആണെന്നാണ് തോന്നുന്നത്. അതോ ട്രെയിൽസ് ട്രിക്കി ട്രെയിൽസ് എന്ന അപ്ഡേറ്റിൽ ഇത്രയും സാധനങ്ങൾ നമ്മുടെ കോപ്പറിന് വേണ്ടി നമ്മൾ കൊണ്ടുവരുത്തിയിട്ടുണ്ട് മോജാഗ്. അതൊക്കെ പോട്ടെ. ഇനി നമ്മൾ വൂഫ് എന്നാണ് പേര്. നമ്മൾ ഡോഗ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു മണ്ണാങ്കട്ടി കിട്ടത്തില്ല. പിന്നെ ഒരു പുതിയ ഒരു മെറ്റീരിയലും ഒരു പുതിയ ഒരു ജീവിതം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് വൂഫ് ആമർ. ആ മെറ്റീരിയൽ ആ സാധനം ഞാൻ പറഞ്ഞില്ല, അതാ. ഇതെങ്ങനെ കിട്ടുമെന്ന് ആർമഡിലോ, ഈ സാധനം ആർമഡിലോ ഭയങ്കര ക്യൂട്ടൊക്കെ കേട്ടോ കാണാൻ, നല്ല രസമാണ്. കണ്ട അതിൻ്റെ കുഞ്ഞിനെ കാണാൻ അതിനെക്കാട്ടും രസമാണ്. ഒരു കുഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എടാ ഇതെൻ്റെ അവിടെ കുഞ്ഞ് കിട്ടാത്ത. ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഇത്രയും പാടോ? പക്ഷെ കുഞ്ഞ് കിട്ടുവാണെങ്കിൽ ഭയങ്കര ക്യൂട്ടാണ് ഗൈസ്. ഇപ്പോൾ തന്നെ ഇതൊക്കെ ക്യൂട്ടാണ്. അയ്യോ സെർവലാഗിന്ന് എല്ലാം നമ്മളെ കാണുമ്പോൾ പേടിയാകും കേട്ടോ. അതൊരു സാധനം ഇതിനെക്കുറിച്ച്. പിന്നെ ഇത് വേറൊരു സാധനം ആർമഡിൽ തരുന്നതാണ് ഷെല്ല്. അതിൻ്റെ ആ ഷെല്ലും 8 ഷെല്ല് വേണമെന്നാണ് തോന്നുന്നത് നമുക്ക് ഈ വൂഫിൻ്റെ ഈ സാധനം ഉണ്ടാക്കാൻ. ഇതിൻ്റെ ഇതൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് കണ്ട ഈ സാധനം കണ്ട, ഇതാണ് വൂഫ് ആമർ. ഇത് നമുക്ക് പട്ടീനെയൊക്കെ ഇടാം ടീം ചെയ്ത് കഴിഞ്ഞിട്ട്. പിന്നെ എന്നെ കൊണ്ട് വയ്യ ലോകം മുഴുവനെ കറങ്ങി പട്ടികളൊക്കെ കാണിക്കുക. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഓക്കെ, ബാഡ്ലാൻഡ്സ്. ഇത് ബാഡ്ലാൻഡ്സ് ആണ്. അവിടെ ഒരു പട്ടിയുണ്ട്, അതിനെ കാണിച്ചു തരാം. ഇത് എനിക്ക് ബാലൻസ് തന്നെ പോകണമെന്നുണ്ടോ? ഇതൊരു ബാലൻസ് ഇല്ലേ, ഒന്ന് നോക്കട്ടെ. ഓക്കെ ഗൈസ്, ഒന്ന് നോക്കട്ടെ. ഇവിടെ ഒന്ന് സ്പോൺ ചെയ്തോ. അതെ, ഇതാണ് ഒരു വേറിയൻ്റ് സ്ട്രൈപ്ഡ് വൂഫ്. ഹൈന പോലെയാണ്. ഇത് നമ്മളുടെ ബാലൻസ് ആണ് തോന്നുന്നത് ഇവിടെ പ്ലേസ് ചെയ്യുമ്പോൾ. അതെ, ഇത് ഹൈന ആണ്. ഹൈന എന്ന് പേര് കൊടുക്കുക. ഇതേ ഒരു ബാലൻസ് ഇതാണ് ഇവിടെ ആണെന്ന് തോന്നുന്നത് നമ്മുടെ സ്ട്രൈപ്ഡ് വൂഫ് വരുന്നത്. അത് സ്ട്രൈപ്ഡ് വേറൊരു വെർഷൻ ഉണ്ട്. എന്തുവായിരുന്നു സിസൽഡ്. ഇത് നമ്മൾ കണ്ടേ വേറെ ഒരു ടൈപ്പ് ഉണ്ട് മലയാളി സ്പോൺ ചെയ്യുന്നത്. എൻ്റെ പേരെന്തായിരുന്നു? എന്തുവായിരുന്നു? ചക്കേർഡ് വൂഫ് അങ്ങനെ അങ്ങോട്ടോ ഒരു പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇതിനെ കണ്ടുപിടിച്ചുള്ളൂ. നമ്മൾ ബാക്കിയെല്ലാം നമ്മുടെ അടുത്ത എപ്പിസോഡിന് നമ്മൾ കാണിക്കുന്നുണ്ട്. അടുത്ത എപ്പിസോഡ് സൂൺ ആസ് പോസിബിൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ആ മറ്റേ വൂഫിനെ കിട്ടിയില്ല. പിന്നെ ഈ സാധനങ്ങളായി ആമട്ടിലോട് അടുത്ത് കൊണ്ടുപോയാൽ ഭയങ്കര അഗ്രസീവാണ്. ഞാൻ കുറേ മറന്നുപോയി അപ്ഡേറ്റിനെ കുറിച്ച് കേട്ടോ. ഇപ്പോൾ കണ്ടോ എടാ അടിക്കണോ? അയ്യേ, ഞാൻ വിചാരിച്ച ഇതിനെയൊക്കെ കൊല്ലുവായിരിക്കും. ആമട്ടിലാണ് കാണണം. ഓ വില്ലേജാ. പിന്നെ നമ്മളെ പെയിൽ വൂഫിന് എവിടെ കിട്ടുന്നതെന്ന് ചോദിക്കുകയാണ്. സ്പ്രൂസിലൊക്കെ കിട്ടുമായിരിക്കും. സ്പ്രൂസ് ഭയം ഇങ്ങനത്തെ ബയസിലൊക്കെ കിട്ടും. പിന്നെ നമ്മളെ ബ്ലാക്ക് വൂഫിന് കിട്ടുന്ന സ്പ്രൂസ് പ്ലാഗ് എന്തോ ഒരു വീട് പേരായി ഭയത്തിൻ്റെ പേര്. സ്പ്രൂസിനൊക്കെ കൂട്ടിയ, പക്ഷെ ഞാൻ മറന്നുപോയി കേട്ടോ. ഒട്ടകം ഹബീബി കം ടു ദുബായ്. ഒട്ടകത്തിനൊക്കെ റൈഡ് ചെയ്യാം. ഇതെങ്ങനെയാണെന്ന് നോക്കട്ടെ. നമ്മളെ മൈൻക്രാഫ്റ്റിനെ പോലെ തന്നെയാണ് കേട്ടോ ഈ ഡ്യൂപ്പി ഗെയിമും. നമ്മൾ വീഡിയോസിൽ പോവുക, ഫസ്റ്റ് പേഴ്സൺ കണ്ടു നോക്കട്ടെ. ഹബീബി കം ടു ദുബായ്. ഓക്കെ, നമുക്ക് ഇറങ്ങാം. ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ എപ്പിസോഡ്. ബൈ ബൈ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.
ഓക്കെ. സോ ഗൈസ്, ഇത്ര ഉള്ളൂ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ്. ഓക്കെ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ. See you tomorrow with a new episode. Bye guys. പിന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങളടിക്കുന്ന പോലെ ഒന്ന് അടിച്ചേക്കണേ. എൻ്റെ പോരാ എന്തോന്ന് എന്തോന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. ഓ, സബ്സ്ക്രൈബ് ഗൈസ്, ഇത് പറഞ്ഞേക്കുന്ന കേട്ടോ. സബ് പിന്നെ എന്താ സബ് വന്നിട്ടാണ് എൻ്റെ മേടി അപ്പുറത്തെ സൈഡിൽ എന്തോന്നാ ലൈക്കാ ഗൈസ്. സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുന്നു എന്നോട്. ഓ, ആരാണോ ഉണ്ടാക്കുന്നത് മോചങ്ങേ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. പിന്നെ നിങ്ങളെ കൂട്ടുകാരുണ്ട്, അവർക്കും കൂടി ഷെയർ ചെയ്യുക. കോമഡിയാന്ന് പറഞ്ഞാൽ മതി. എനിക്കൊരു വലിയ കാര്യം. അയ്യോ, എന്നാലും ലൈക്ക് സബ്സ്ക്രൈബ് എന്നോട് പറയുന്നത് കേട്ടോ മോചങ്ങ. അൺസബ്സ്ക്രൈബ് അല്ല, സബ്. പിന്നെ ഞാൻ ചെയ്യുന്ന പോലെയല്ല ചെയ്യണം. ലൈക്ക് ബട്ടൺ പൊട്ടിക്കുക. കമൻ്റ് എല്ലാം അടിക്കുക. എനിക്ക് വല്ലാതെ പിന്നെയാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പിന്നെയുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കൂട്ടുകാരനെ ഇതുവരെ ആരും പൊട്ടിച്ചില്ല. അവൻ യൂട്യൂബ് എടുത്തു. 42 സബ്സ്ക്രൈബേഴ്സ് ബ്രോ. അത് സീന്. അത് ട്രൈഡൻറ്റ് അവിടെ നോർവേഷ്യയിലും ട്രൈഡൻറ്റ് മോനെ. ഈ സീഡ് ഞാൻ കാണിച്ചത്. സീഡ് എവിടെ ആയിരുന്നു? ഇത് അതെ, ഈ സീഡ് -20 2026 1764 6390 3007 അല്ല 6000 390 37 42 അതോ -20 26 17 64 61 19 37 42 022 ഈ സീഡ്. ഇത്രയുള്ള വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.